ഹായ്, വെൽക്കം ടു സുദീപ് സുഡു. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം. അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പറ്റിയാണ്. സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ഫോം ചെയ്യേണ്ട രീതി, അത് ഉപയോഗിക്കേണ്ട രീതി എല്ലാം നമുക്കറിയാം. ഇനിയും നമുക്ക് അവസാനമായിട്ട് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ സിറ്റുവേഷനുകളിലേക്ക് നമുക്ക് ചെല്ലാം, കൂടുതൽ മനസ്സിലാക്കാം എങ്ങനെ എവിടെ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കണം എന്നൊക്കെ. ശരി, സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് വാട്ട് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ്. വാട്ട് ഈസ് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? So, a tense that is used to speak about the actions that are happening right now. Else, a tense that is used to speak about action that happens regularly. Or, a tense which does not mention about the completeness or the incompleteness of the action is simply said to be in simple present tense. മൂന്ന് കാര്യങ്ങളാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മെൻഷൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം അത് ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ തിങ് ദറ്റ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ, ഇപ്പോൾ ജസ്റ്റ് നടക്കുന്നൊരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പറയാം ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു സ്പീക്ക് അബൌട്ട് എൻ ആക്ഷൻ ദറ്റ് ഹാപ്പൻസ് റെഗുലർലി. ഒരു ആക്ഷൻ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനുകളെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ദ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്ന്. ഓക്കെ, ശരി, ആ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റിൽ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്? കാരണം നമുക്ക് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്നൊരു ആക്ഷൻ ഇല്ലേ, അത് കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ലേ എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഒരാക്ഷൻ്റെ കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ ഇതൊക്കെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു മുഖാവര അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഓർ ദ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് മൂന്നാണ്. A simple present tense is used to speak about the things happening right now. The second situation is it speaks about the habitual actions. Next is it speaks about the general or universal truths. And the fourth situation is it speaks about the present truths. ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് എക്സാമ്പിൾസും ഒക്കെ ഉൾപ്പെടുത്തി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ സാഹചര്യമായ ദ തിങ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കുന്ന അല്ല ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഞാൻ താങ്കളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് നടന്നാലും എന്തിനെപ്പറ്റി എനിക്ക് പറയണമെങ്കിൽ ഞാനത് പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ ഈ ആദ്യത്തെ സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത് തിങ്സ് ഹാപ്പനിങ് അറ്റ് ദ വെരി മൊമെൻറ്റ്. സാധാരണ ഒരു ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് ഡയറക്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ സംസാരം കേൾക്കുന്ന ആൾ. ഓക്കെ, സോ എക്സാമ്പിൾസ്: ഐ ലവ് യു എന്ന് പറയുമ്പം ഞാൻ വേറൊരാളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് പറയുന്നൊരു കാര്യമായത് കൊണ്ട് അതിപ്പോൾ സംഭവിച്ച കാര്യമാണ് അറ്റ് റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഐ ആം സോറി. അപ്പോൾ നമ്മളൊരാളോട് സോറി പറയുവാണെങ്കിലും നമ്മളൊരാളോട് എന്ത് സംസാരിച്ചാലും അതൊക്കെ ഈ ഒരു തിങ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്നല്ലേ, ഇപ്പം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, തേർഡ് എക്സാമ്പിൾ, ഞാനിപ്പം താങ്കളോട് പറയുകയാണ് ഈറ്റ് യുവർ ലഞ്ച് കഴിക്കൂ എന്ന് പറഞ്ഞാൽ അതും നമുക്കൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. കാരണം ഇപ്പോൾ ഞാൻ താങ്കളോട് പറഞ്ഞൊരു കാര്യമാണ് ഈറ്റ് യുവർ ലഞ്ച്. അതുതന്നെ ഈറ്റ് യുവർ ഡിന്നർ, ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് തിങ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ 1. ഇനി നമുക്ക് പോകാം സിറ്റുവേഷൻ 2ലേക്ക്, where a simple present tense is used to speak about a habitual action. So let me tell you what is a habitual action. Anything that you do repeatedly is called a habitual action. ഒരേ കാര്യം നിങ്ങൾ ദിവസേന റിപ്പീറ്റായിട്ട് എന്നും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു habitual action എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മളൊരു ഹാബിറ്റ് എന്നാണെങ്കിൽ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ ഹാബിറ്റായിട്ട് ചെയ്യുന്ന ആക്ഷനുകളെല്ലാം habitual actions ആയിരിക്കും. സോ എക്സാമ്പിൾ 1, I drink tea every morning.
ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട്. അപ്പം ഈ ചായ കുടിക്കുന്നത് ഇന്നലെയും കുടിച്ചു, ഇനി നാളെയും കുടിക്കും, മറ്റന്നാളും കുടിക്കും. അപ്പം അങ്ങനെ എന്നും ചെയ്തുകൊണ്ട് പോകുന്നൊരു കാര്യമാണ്. ദാറ്റ് ഐ ഡു റിപ്പീറ്റഡ്ലി. ഐ ഡ്രിങ്ക് ടീ ഡെയിലി. ഐ ഡ്രിങ്ക് ടീ റിപ്പീറ്റഡ്ലി. ഡെയിലി അങ്ങനെ. അപ്പം ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്. സോ ഇറ്റ് കംസ് അണ്ടർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നെക്സ്റ്റ്, മൈ വാച്ച് കീപ്സ് ഗുഡ് ടൈം. എൻ്റെ വാച്ച് കറക്റ്റായിട്ടുള്ള സമയം നിലനിർത്താറുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വാച്ചിലെ സമയം ഇന്നലെയും ശരിയായിരുന്നു, ഇന്നും ശരിയാണെങ്കിൽ നാളെ ശരിയായിരിക്കും. അപ്പം ഇതും ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമായത് കൊണ്ട് നമുക്കിതും പറയാം ഒരു ഹാബിച്വൽ ആക്ഷനായിട്ട്. എക്സാമ്പിൾ 4, മേരി കംസ് ടു കോളേജ് ബൈ കാർ. മേരി കോളേജിലേക്ക് എന്നും വരുന്നത് കാറിലാണ്. അതും മേരി എന്നും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എഗെയിൻ ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ, ഐ ട്രാവൽ ടു മൈ ഹോം എവറി വീക്കെൻഡ്. എല്ലാ വീക്കെൻഡ്സിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. എഗെയിൻ ഇതും ഞാൻ എല്ലാ വീക്കെൻഡിലും പോകുന്നതും കൊണ്ട് അതും ഒരു ഹാബിച്വൽ ആക്ഷനാണ്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വീക്കെൻഡിലും ഞാൻ വീട്ടിൽ പോകുന്നുണ്ടല്ലോ, അതും കൊണ്ട്. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്കിൻ്റെ എൻഡിങ് ഡേയ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു വീക്ക് ജോലി കഴിഞ്ഞിട്ട് അവധിയുള്ള ദിവസങ്ങളായിരിക്കും നമ്മൾ സാധാരണ വീക്കെൻഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി സാറ്റർഡേസ് ആൻഡ് സൺഡേസ് നോർമലി. ഓക്കെ, ഇനി നമുക്ക് പോകാം അടുത്ത സിറ്റുവേഷനിലേക്ക്. വെൻ എ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു സ്പീക്ക് അബൌട്ട് the universal truth or a general truth. So let me tell you what is a universal truth. So the universal truths are the truths that is logically valid in and also beyond all times and places. അല്ലെങ്കിൽ the truths that are always true is called a universal truth or a general truth. സോ നമ്മൾ പ്രപഞ്ച സത്യങ്ങളെയാണ് ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് എന്നൊക്കെ പറയുന്നത്. ഈ സത്യങ്ങൾ ഒരിക്കലും മാറത്തില്ല, എത്ര കാലങ്ങൾ കഴിഞ്ഞാലും മാറത്തില്ല, ഇനി ഒരുപാട് കാലത്തിന് മുമ്പും അത് തന്നെയായിരുന്നു. ഓക്കെ, സോ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളെക്കൊണ്ട് അവ മാറ്റാനുമാകില്ല, അവയായിട്ടത് മാറത്തുമില്ല, അത് എപ്പോഴും സത്യങ്ങൾ തന്നെയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾസിലേക്ക് പോകാം. എക്സാമ്പിൾ 1, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സോ ഈസ്റ്റ്, അപ്പം ആ ഒരു കാര്യം സൂര്യൻ എത്ര ദിവസം എടുത്താലും ഇനി എത്ര വർഷങ്ങൾ എടുത്താലും നമ്മുടെ ജീവിതങ്ങൾ കഴിഞ്ഞിട്ടും ഇനി എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും അത് ഉദയിക്കുന്ന ഈസ്റ്റിൽ തന്നെയായിരിക്കും, അല്ലേ? ദർ ഇസ് നോ ചേഞ്ച്. ഒരു ചേഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യം അതിനില്ല. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. സോ ഇറ്റ് ഈസ് ടു ബി സ്പോക്കൺ ഇൻ ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതുപോലെ തന്നെ എക്സാമ്പിൾ 2, 2/3 ഓഫ് ദ എർത്ത് സർഫേസ് ആർ കവേർഡ് ബൈ വാട്ടർ. ഭൂമിയുടെ 2/3 സർഫേസും കവർ ചെയ്തേക്കുന്ന വെള്ളം കൊണ്ടാണ്, അല്ലേ? അപ്പം നമുക്കതറിയാം, അതൊരു പ്രപഞ്ച സത്യമാണ്. കാരണം ഭൂമിയുള്ളത് 1% ബാക്കി മൊത്തം നമുക്ക് വെള്ളമാണ്. 2/3, 3/2 വെള്ളമാണ്, 1 മാത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. ആ ഒരു റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ. സോ ഇറ്റ് ഈസ് അഗെയിൻ എ യൂണിവേഴ്സൽ ട്രൂത്ത്. ആൻഡ് സിമിലർലി ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യാറുണ്ട്. അഗെയിൻ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ദാറ്റ് കോൺ ബി ചേഞ്ച്ഡ് ബൈ എനിവൺ എൽസ്. So example 4, water is colorless, odorless and tasteless. വെള്ളത്തിന് കളറില്ല, മണമില്ല, ടേസ്റ്റുമില്ല. ഇതും ഒരു പ്രപഞ്ച സത്യമാണ്, അല്ലേ? അപ്പം ഇതും ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ആൻഡ് ദ ഫൈനൽ എക്സാമ്പിൾ, ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ. മാറ്റം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്, അല്ലേ? മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ മാറാത്ത കാര്യങ്ങളായിട്ട്. എല്ലാ കാര്യങ്ങളും എന്നും മാറിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് അഗെയിൻ എ യൂണിവേഴ്സൽ ട്രൂത്ത്. സോ എന്നും എക്സിസ്റ്റ് ചെയ്യുന്ന സത്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് നമ്മളതിനെ വിളിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഇപ്പോൾ ക്ലിയർ അല്ലേ എന്താണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് എന്നൊക്കെ പറയുന്നത്? സോ നൗ വി ക്യാൻ see the last category അല്ലെങ്കിൽ the last situation, the present truths. So let me tell you what is a present truth. The things that are true at the given time or the situation mentioned. നമുക്ക് തന്ന സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു സമയത്തോ അത് നമ്മുടെ ശരികളായിരിക്കും. These truths does not remain true all the time. It changes depending upon the time or the situation. ഈ സത്യങ്ങൾ നമുക്ക് ഒരു സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ സമയം മാറുമ്പോഴോ ചിലത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞപ്പം ആ സത്യങ്ങൾ എന്നും സത്യങ്ങൾ തന്നെയായിട്ട് നിലനിൽക്കും. പക്ഷേ ഒരു പ്രസൻറ്റ് ട്രൂത്ത് അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്തോ പറയുന്ന ആ ഒരു സാഹചര്യത്തിലോ അത് സത്യമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളീ പറയുന്നൊരു സാഹചര്യം മാറിയാലോ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന സമയം കഴിഞ്ഞിട്ട് വേറൊരു സമയത്തോ ഇത് സത്യങ്ങളാകണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ചേഞ്ച്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ ആൻഡ് ടൈം. ശരി,
എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 1, ഐ ആം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. ഐ ആം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. ഇപ്പം ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുന്ന എക്സാമ്പിളിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഐ എം സ്റ്റഡിങ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് എഞ്ചിനീയറിംഗ്. ഒരു 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് എൻ്റെ ഈ ഒരു പഠിത്തം കഴിയും. ഞാൻ ചിലപ്പോൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമായിരിക്കും. ദെൻ ഐ വിൽ ബി എൻ എംപ്ലോയർ, റൈറ്റ്? ആഫ്റ്റർ 4 years I will finish my studies and I will join a certain job and I will be an employee then. I am no longer a student. അത് കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഐ ആം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് എന്ന് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് ശരിയാണ് അല്ലേ? ഇനി ഒരു 3 വർഷത്തേക്കും അത് ശരിയാണ്, ഞാനത് പഠിത്തം കഴിയുന്നിടം വരെ. പക്ഷേ അത് കഴിയുമ്പോൾ അതൊരു ശരിയാണോ? അല്ല. ഞാനൊരു സ്റ്റുഡൻ്റ് അല്ല. ഇപ്പം ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിച്ചാൽ ഞാനൊരു എംപ്ലോയറായി. ഐ ആം നോട്ട് മോർ എ സ്റ്റുഡൻറ്റ്. സോ ഇതൊരു സംസാരിക്കുന്ന സമയത്തുള്ള സത്യമാണ്. ഇതൊരു പ്രസൻറ്റ് ട്രൂത്താണ്. എക്സാമ്പിൾ 2, ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ വിൻ്റർ. വിൻ്ററിൽ ഒരുപാട് മഴ പെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഇപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം ഞാൻ ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാട് വെച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വിൻ്ററിൽ ഒരുപാട് മഴ പെയ്യുമെന്ന്. പക്ഷെ നമുക്കൊരു 100 വർഷങ്ങൾ, ഒരു സെഞ്ച്വറീസ് ഒക്കെ ഇങ്ങനെ മാറും തോറും ഈ ഒരു കാര്യത്തിനൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം ചൂട് കൂടുന്നതും കൊണ്ട് മഴ കുറയാറുണ്ട്, പല പ്രശ്നങ്ങളും. അപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞ് ഇതേ സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ട്രെയിൻസ് എ ലോട്ട് ഇൻ വിൻ്റർ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാലത്തെ ഒരു സത്യമാണ്. എഗെയിൻ ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ട്രൂത്ത്. എക്സാമ്പിൾ 3, മൈ ഫ്രണ്ട് ലിവ്സ് ഇൻ ആംസ്റ്റർഡാം. എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത് ആംസ്റ്റർഡാമിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ പറയുന്ന സമയത്ത് അവൻ ആംസ്റ്റർഡാമിലാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു 10 വർഷം കഴിയുമ്പോൾ അവന് ചിലപ്പോൾ ഷിഫ്റ്റായി നേറ്റീവ് പ്ലേസായ കേരളത്തിലേക്ക് വരത്തിലൊന്നും നിർബന്ധമില്ല. ചിലപ്പം വരാം, അവിടെ തന്നെ ജീവിക്കണം നിർബന്ധമല്ല. സോ ഇറ്റ് ഈസ് അഗെയിൻ എ ചേഞ്ചിങ് കേസ്. അഗെയിൻ ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ട്രൂത്ത്. സംസാരിക്കുന്ന സമയത്ത് അവൻ ആംസ്റ്റർഡാമിലാണ്. അപ്പം ഞാൻ പറയുന്ന സമയത്ത് ഒരു സത്യമാണ്. അതൊരു പ്രസൻറ്റ് ട്രൂത്താണ്. പ്രസൻറ്റിൽ മാത്രം സത്യം. ഓക്കെ. എക്സാമ്പിൾ 4, പിണറായി വിജയൻ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ ഒരു CM ആണ്. എപ്പോൾ? ഈ സമയത്ത്, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത്. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും പിണറായി വിജയൻ തന്നെയാണോ CM, അല്ലെങ്കിൽ വേറൊരു പാർട്ടി കയറി വരിക, വേറൊരാൾ CM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമോ നമുക്കറിയാൻ പാടില്ല. ഇറ്റ് ചേഞ്ചസ് അല്ലേ? പക്ഷേ ഞാൻ ഈ പറയുന്ന സമയത്തൊരു സത്യമാണ്. എഗെയിൻ ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ട്രൂത്ത്. ഇനി അവസാനത്തെ എക്സാമ്പിൾ, ദേ സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക്. അവർ ജോലി സ്ഥലത്ത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എഗെയിൻ ദിസ് ഇസ് എ ട്രൂത്ത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഇപ്പോഴവർ ജോലി സ്ഥലത്ത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ചിലപ്പം ഒരു 4 വർഷം കഴിഞ്ഞ് ആ കമ്പനി വേറൊരു ഓണർ ടേക്ക് ഓവർ ചെയ്തിട്ട് അവിടുത്തെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാറി അതിനാവശ്യമുള്ള വേറൊരു ലാംഗ്വേജാണ്, ഫോർ എക്സാമ്പിൾ ഉറുദു ആണ് വേണ്ടത്. സോ ദേ വിൽ കിറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഉറുദു, റൈറ്റ്? സോ എഗെയിൻ ഇറ്റ് ഈസ് എ ചേഞ്ചിങ് കേസ്, ബട്ട് ട്രൂത്ത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. എഗെയിൻ ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ട്രൂത്ത്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ട്രൂത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അപ്പം നമ്മുടെ ഈ ഒരു 4 സിറ്റുവേഷൻ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? സോ നമ്മളൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ 4 എണ്ണമാണ്. ആദ്യം we replace or we use simple present tense as a substitute for a present continuous tense in certain circumstances. അതുപോലെ തന്നെ we use simple present tense to express a thing in simple past tense, a substitute for simple past actually. And situation 3, we use the simple present tense as a substitute for the simple future tense. Similarly, the last section, we use a simple present tense to indicate or to represent a future event that is part of a fixed timetable or a fixed program. അപ്പോൾ ഈ ഒരു 4 സാഹചര്യങ്ങളിലാണ് നമ്മളൊരു പകരക്കാരനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാം എന്താണ് ഒരു കണ്ടിന്യൂസ് എന്ന്. കാരണം നമ്മളിപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്തൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഐ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. നീ എന്തെടുക്കുക? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, എഴുതി കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മളൊരു ING ഫോമിലാണ് പറയേണ്ടത്. റൈറ്റിംഗ് എന്നാണ് പറയേണ്ടത് ING ഉപയോഗിച്ച്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ നീ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസിലും ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും
കണ്ടിന്യൂസ്ലി പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയണം. അവയാണ് നമ്മൾ താഴെ നോക്കാൻ പോകുന്നത്. എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി പറയേണ്ടവ അതിൽ പറയാതെ പകരമായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്നതെന്ന്. സോ അതിനകത്ത് നമുക്ക് പറയാനുണ്ടെങ്കിൽ അതിൽ 5 സബ് ഡിവിഷനാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാനുള്ളത്. ഒന്ന് വെബ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, ചെവി, വാ ഇതും കൊണ്ടൊക്കെ നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി പറയേണ്ടവയാണെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും പറയുന്നത്. രണ്ടാമത്തെ സബ് ഡിവിഷൻ അപ്പിയറൻസ്. അപ്പോൾ ഒരാളെ കാണുമ്പം ഒരാളുടെ അപ്പിയറൻസ്, ഒരാളുടെ ലുക്സും കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കണ്ണും കൊണ്ട് നോക്കുമ്പം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കണ്ടിന്യൂസ്ലി പറയേണ്ടവ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയും. മൂന്നാമത്തെ കാര്യമാണ് ഇമോഷൻസ്. അപ്പം നമ്മുടെ വിഷമങ്ങളും ഇമോഷനുകളും ഒക്കെ നമ്മളേക്ക് ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണെങ്കിൽ നമ്മളത് പറയുന്ന കണ്ടിന്യൂസ്ലി INGയിൽ പറയേണ്ടവ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും പറയേണ്ടത്. പിന്നെ നമ്മുടെ ആലോചനകൾ, തോട്ട്സ്, അതും അങ്ങനെ തന്നെ. പിന്നെ പൊസഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഉടമസ്ഥത നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓണർഷിപ്പ് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസിന് പകരം ഒരു സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. ഓക്കെ, നമുക്കിതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഓരോന്നും എങ്ങനെയാണെന്ന്. ആദ്യത്തെ വെർബ്സ് ഓഫ് പെർസെപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് ഗ്രഹിക്കുന്നതും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വെർബ്സ് ഓഫ് പെർസെപ്ഷൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതലും പറയുന്നത് ഒന്ന് സീ, കണ്ണും കൊണ്ട് കാണുന്ന സീ, ചെവിയും കൊണ്ട് കേൾക്കുന്ന ഹിയർ എന്നുള്ള ഈ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ മൂക്കും കൊണ്ട് മണക്കുന്ന സ്മെല്ല്, വായും കൊണ്ട് രുചി അറിയുന്ന ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന നോട്ടീസ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്. അപ്പോൾ ഇങ്ങനത്തെ വെർബ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടിന്യൂസ്ലി പറയണമെങ്കിലും ഉപയോഗിക്കേണ്ട ഇതിലായിരിക്കും. ഇനി എക്സാമ്പിൾസിലേക്ക് പോകാം കൂടുതൽ മനസ്സിലാക്കാൻ. സോ ഈ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ദീസ് ഗ്രേപ്സ് ടേസ്റ്റ് സോർ. ഇതാണ് ഈ ഒരു ആദ്യത്തെ എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിലും നമ്മളത് ഇപ്പോൾ ഞാൻ അതിന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സെൻറ്റൻസിനെ സത്യം പറഞ്ഞാൽ നോർമലായിട്ട് പറയേണ്ടത് ദീസ് ഗ്രേപ്സ് ആർ ടേസ്റ്റിംഗ് സോർ എന്നാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഇത് ഉപയോഗിക്കേണ്ട സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, ടേസ്റ്റിൻ്റെ കാര്യമായതുകൊണ്ട്. അപ്പം ദീസ് ഗ്രേപ്സ് ആർ ടേസ്റ്റിംഗ് സോർ എന്ന് പറയേണ്ട കാര്യം ഞാൻ എങ്ങനെ പറയണം? ദീസ് ഗ്രേപ്സ് ടേസ്റ്റ് സോർ. ഓക്കെ, അങ്ങനെ പറയണം. രണ്ടാമതൊരു എക്സാമ്പിളും കൂടെ പറയാം. ദിസ് ബിരിയാണി സ്മെൽസ് ഗ്രേറ്റ്. ഈ ബിരിയാണി നല്ലപോലെ മണം അതിമനോഹരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ മണത്തോണ്ടിരിക്കുമല്ലേ, അപ്പം ഞാനിത് പറയേണ്ട സ്മെല്ലിംഗ് എന്നാണ് സത്യം പറഞ്ഞാൽ. ദിസ് ബിരിയാണി ഈ സ്മെല്ലിംഗ് ഗ്രേറ്റ് എന്നാണ് സത്യം പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഗ്രാമർ റൂൾസ് പ്രകാരം പറയണം. കാരണം ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പണി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയേണ്ടത് കണ്ടിന്യൂസിലാണെന്നാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ എൻ്റെ റൂള്. പക്ഷേ ഇതൊരു എക്സെപ്ഷനാണ്. ദിസ് ബിരിയാണി ഈ സ്മെല്ലിംഗ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് സ്മെല്ലിങ്ങിന് പകരം സ്മെൽസ് എന്ന് ഉപയോഗിച്ച് സിമ്പിൾ പ്രസൻറ്റ് വേണം പറയാൻ. സോ അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് ദിസ് ബിരിയാണി സ്മെൽസ് ഗ്രേറ്റ് എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. അതുപോലെ തന്നെ ബാക്കി ആ ഒരു വെർബ്സൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾസ് എഴുതാവുന്നേ ഉള്ളൂ. രണ്ടാമത് നോക്കാം വെർബ്സ് ഓഫ് അപ്പിയറിംഗ് എന്ന്. എന്താണ് വെർബ്സ് ഓഫ് അപ്പിയറിംഗ്? അപ്പിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുക്സും നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല, സീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു എക്സാമ്പിൾ, ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ദേ ലുക്ക് സോ പ്രിറ്റി ടുഗദർ. അവർ രണ്ടുപേരും ഒരു ജോഡിയാണ്, ഒരു വൈഫും ഹസ്ബൻഡുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല പ്രിറ്റി ആയിട്ടുണ്ടെന്ന് പറയുക. അപ്പം ദേ ലുക്ക് സോ പ്രിറ്റി ടുഗദർ എന്നാണ് നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ പറയേണ്ടത് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം ദേ ആർ ലുക്കിംഗ് സോ പ്രിറ്റി ടുഗദർ എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ദേ ലുക്ക് സോ പ്രിറ്റി ടുഗദർ എന്ന് മാത്രമാണ്. കാരണം ലുക്കിലുള്ള കാര്യങ്ങളായതുകൊണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, ഷീ സീംസ് സാഡ്. ഷീ സീംസ് സാഡ് എന്ന് പറഞ്ഞാൽ അവളുടെ മുഖത്തൊരു ദുഃഖഭാവമുണ്ട്, അവളെ കണ്ടപ്പോൾ അവൾ ദുഃഖിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഷീ സീമിങ് സാഡെന്നാണ് വരേണ്ടത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പാടില്ല. പകരം ഷീ സീംസ് സാഡെന്നാണ് നമ്മൾ പറയേണ്ടത്. ശരി, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെർബ്സ് ഓഫ് ഇമോഷൻ ആണ്. അപ്പോൾ വെർബ്സ് ഓഫ് ഇമോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വാണ്ട്, വിഷ്, ഡിസയർ, ഫീൽ, ലൈക്ക്, ലവ്, ഹേറ്റ്, ഹോപ്പ്, റെഫ്യൂസ്, പ്രിഫർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണലി നമുക്ക് ടച്ച് ആകുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം, വിഷ് എന്ന് പറയുന്ന പോലെ, നമ്മുടെ ഡിസയർ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഫീൽ നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈക്ക് നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ,
അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹേറ്റ്, നമ്മുടെ വെറുപ്പ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി പറയുന്നതിന് പകരം പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിൽ ആയിരിക്കും. ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ വാണ്ട് എ കാർ. എനിക്കൊരു കാറ് വേണം. സത്യം പറഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെന്ന് ഐ ആം വാണ്ടിങ് എ കാർ നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഐ വാണ്ട് എ കാർ എന്ന് മാത്രമാണ്. എക്സാമ്പിൾ 2, ഐ ഫീൽ എ നെക്ക്. ഇപ്പോൾ എനിക്ക് വേദന എടുത്തുകൊണ്ടിരിക്കുക, തലവേദനയാണെന്ന് കൂട്ടിക്കുക. അപ്പം ഐ ഫീൽ എ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ ഐ ഫീൽ എ നെക്ക് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഐ ആം ഫീലിംഗ് ഏക്ക് എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് വേദന എടുത്തിപ്പോൾ വേദന നിന്നോ? ഇല്ല, ഇപ്പോഴും വേദന എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ സത്യം പറഞ്ഞത് പറയേണ്ട ഐ ആം ഫീലിംഗ് ഏക്ക് എന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. നമ്മളതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട സിമ്പിൾ പ്രസൻ്റ് ആണ്. പറയേണ്ട രീതി ഐ ഫീൽ എ നെക്ക് എന്നാണ്. ഫീൽ എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഫീലിംഗ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വെർബ്സ് ഓഫ്. അതുപോലെ തന്നെ മൂന്നാമതൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഐ ലൈക്ക് ഐസ്ക്രീം. ഇതുപോലെ തന്നെ ഐ ആം ലൈക്കിങ് ഐസ്ക്രീം എന്ന് പറയുന്നില്ല, ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയുന്നുള്ളൂ. കാരണം ഇവയൊക്കെ നമ്മുടെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. ഇനി അതിനകത്ത് തന്നെ നാലാമത്തെ കാറ്റഗറിയാണ് വെർബ്സ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. വെർബ്സ് ഓഫ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചന, നമ്മുടെ മെൻ്റലി നമ്മുടെ ആലോചനകളാണ്. അപ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് തിങ്ക്, സപ്പോസ്, ബിലീവ്, എഗ്രി, കൺസിഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റലി നമ്മുടെ മൈൻഡും കൊണ്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളും അങ്ങനെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതിയിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ് ഈ വെർബ്സ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ ആണെങ്കിലും ഞാൻ പറയേണ്ട ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. എക്സാമ്പിൾ 1, ഐ തിങ്ക് യു ആർ റോങ്. ഞാൻ വിചാരിക്കുന്നു നീ തെറ്റാണെന്ന്, നീ പറയുന്നത് തെറ്റാണെന്ന്. പക്ഷേ ഇതും ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാനിത് ഐ ആം തിങ്കിങ് യു ആർ റോങ് എന്നാണ് നോർമലി വരേണ്ടത്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വീണ്ടും തിങ്കിങ്ങിൻ്റെ കാര്യമായതുകൊണ്ട് ഐ തിങ്ക് യു ആർ റോങ് എന്നാണ് നമ്മളിത് പറയുന്നത്. അതുപോലെ തന്നെ ഐ എഗ്രി വിത്ത് യു. ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. വീണ്ടും ഐ ആം എഗ്രിയിങ് വിത്ത് യു എന്ന് പറയുന്നില്ല, ഐ എഗ്രി വിത്ത് യു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എഗെയിൻ വീണ്ടും നമ്മൾ ഒരു പകരമായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മൂന്നാമത് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ, ഐ നോ എവരി വൺ ഓഫ് യു. എനിക്ക് നിങ്ങളെ എല്ലാം അറിയാം. ഇവിടെ ഞാൻ ഐ ആം നോയിങ് എവരി വൺ ഓഫ് യു എന്ന് പറയുന്നില്ല, ഐ നോ എവരി വൺ ഓഫ് യു. നിങ്ങളിൽ ഓരോരുത്തരെയും എനിക്ക് അറിയാം, നിങ്ങളിൽ ഓരോരുത്തരെ എനിക്കറിയാമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം നോ എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മളൊരു പ്രസൻറ്റ് കണ്ടിന്യൂസിലൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പകരമായിട്ട് ഉപയോഗിക്കുന്നത് വെർബ്സ് ഓഫ് പൊസഷനാണ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പ്, നമ്മുടെ ഒരു ഉടമസ്ഥത. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ പൊസസ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചെങ്കിലോ നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു കാര്യം ഉണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത് പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ അല്ല. എക്സാമ്പിൾ 1, ഐ ഓൺ എ കാർ. എനിക്ക് ഒരു കാറുണ്ട്. ഐ ഓൺ എ കാർ. ഞാനൊരു കാറിൻ്റെ ഒരു ഉടമസ്ഥനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ ഇന്നും ഈ കാറിൻ്റെയാ, ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും കാറിൻ്റെയാ, കണ്ടിന്യൂ ആയിട്ട് ഓണർഷിപ്പ് എൻ്റെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഐ ആം ഓണിങ് എ കാർ എന്നാണ് പറയേണ്ടത്. ഓണിൻ്റെ കൂടെ ഒരു ING ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഐ ആം ഓണിങ് എ കാർ എന്നൊക്കെ വരണം. പക്ഷേ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം അത് പൊസഷൻ ആയതും കൊണ്ട് ഈ ഒരു 5 കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കണ്ടിന്യൂസി വരുന്നതും നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പിൾ പ്രസൻറ്റിൽ എന്തായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഓൺ എ കാർ എന്നാണ്. ഇങ്ങനെയാണ് നമ്മളിതിനെ ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഹി ഹാസ് എ സെൽഫോൺ. അവന് ഒരു സെൽഫോൺ ഉണ്ട്. ഇവിടെ നമ്മൾ ഹീസ് ഹാവിങ് എ സെൽഫോൺ എന്ന് നമ്മൾ പറയുന്നില്ല, ഹി ഹാസ് എ സെൽഫോൺ എന്ന് പറയുന്നത്. അപ്പം ഹീസ് ഹാവിങ് എ സെൽഫോൺ എന്നാണ് നോർമൽ രീതിയിൽ സത്യം പറഞ്ഞാൽ ചിന്തിച്ചാൽ പറയേണ്ടത്. കാരണം ആ സെൽഫോൺ ഇപ്പോഴും അവൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ തന്നെയാണ്. പക്ഷെ നമ്മൾ അതും പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും, ഹി ഹാസ് എ സെൽഫോൺ എന്നാണ് നമ്മളത് പറയേണ്ടത്. സോ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും തെറ്റാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുള്ള എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഇത് കണ്ടിന്യൂസിലുള്ള കാര്യമാണല്ലോ, അപ്പം ഞാൻ കണ്ടിന്യൂസ് എഴുതാമെന്ന് വെച്ചിട്ട് കണ്ടിന്യൂസിൽ എഴുതാറുണ്ട് ഒത്തിരി പേര്. പക്ഷേ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പാടില്ല, പകരം സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. അപ്പോൾ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വെർബ്സ് ഓഫ് പെർസെപ്ഷൻ, പിന്നെ വെർബ്സ് ഓഫ് അപ്പിയറൻസ്, വെർബ്സ് ഓഫ് ഇമോഷൻ, വെർബ്സ് ഓഫ് തോട്ട്സ് ആൻഡ് വെർബ്സ് ഓഫ് പൊസഷൻ. പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ണും കൊണ്ട് കാണുന്ന കാര്യങ്ങൾ, ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ വിചാരങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ആലോചനകളും ഒക്കെ, അതുപോലെ നമ്മുടെ പൊസഷൻസിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇവയൊക്കെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനുകൾ എല്ലാം.
സോ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം എപ്പോഴൊക്കെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു സിമ്പിൾ പാസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മളത് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നതിന് പകരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നോക്കാം. സോ ഒരു സിമ്പിൾ പ്രസൻറ്റ് ഒരു സിമ്പിൾ പാസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇറ്റ് ഈസ് എ ബ്രൈറ്റ് സമ്മർ ഡേ ഇൻ 1947. എൻ്റെ മുമ്പിലൊരു കുട്ടി ഇരിപ്പുണ്ട്. ഞാൻ ആ കുട്ടിയോടൊരു കഥ കൊണ്ട് കൊടുക്കുക. ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇറ്റ് ഈസ് എ ബ്രൈറ്റ് സമ്മർ ഡേ ഇൻ 1947. അപ്പം ഞാനിത് പറഞ്ഞേക്കുന്നത് അത് 1947 ഒരു ബ്രൈറ്റ് നല്ല വെളിച്ചമുള്ള സൂര്യപ്രകാശമുള്ള നമ്മുടെ സമ്മറിലെ ഒരു ദിവസമാണെന്നാണ് അവരോട് പറയുന്നത്. പക്ഷേ ഞാനത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എന്നാണ്. അപ്പോൾ ഈസ് എന്ന് നമ്മളെപ്പോഴും അത് പറയുന്നത് ഏത് ടെൻസിലായിരിക്കും? പാസ്റ്റ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ്, ഒരു പ്രസൻറ്റ് ടെൻസിലാണ് ഈസ് എന്ന് ഉപയോഗിക്കുന്നത്. ശരിക്കും നമുക്കൊരു പാസ്റ്റായിട്ട് മാറുമ്പോൾ ഈസ് എന്നുള്ളത് നമുക്ക് വാസ് ആയിട്ടാണ് മാറുന്നത്. പക്ഷേ ഞാനിവിടെ ഇറ്റ് വാസ് എ ബ്രൈറ്റ് സമ്മർ ഡേ എന്നാണ് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രൈറ്റ് സമ്മർ ഡേ എന്നാണ്. അപ്പം വാസ് എന്ന് ഉപയോഗിക്കുന്ന പകരം ഞാനിവിടെ ഈസ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ പ്രസൻറ്റിലാണ് ഇപ്പം കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ 1947 എന്നുള്ള വർഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് പണ്ട് നടന്ന കാര്യമാണ്. സോ ഇങ്ങനത്തെ ചില കഥകളൊക്കെ പറയുമ്പോൾ നമുക്കൊരു സിമ്പിൾ പാസ്റ്റിന് പകരം കറക്റ്റ് ക്ലിയർ ആയിട്ട് ഈ 1947 എന്നുള്ള വർഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അണ്ടർ ബോൾഡ്, ബ്രൈറ്റ് ആൻഡ് ക്ലിയർ സർക്കംസ്റ്റൻസസ് മാത്രം ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് പറയാൻ വേണ്ടി നമുക്കൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കില്ല. കറക്റ്റായിട്ട് ആ വർഷവും കാര്യങ്ങളും ഒക്കെ എവിഡൻസോടെ വേണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം. ഓക്കെ. അപ്പം ഇറ്റ് ഈസ് എ ബ്രൈറ്റ് സമ്മർ ഡേ ഇൻ 1947. ആ കഥ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്തായിട്ട് ഞാൻ വേറൊരു കാര്യം ആ കഥയിൽ തന്നെ പറയാം. ഇമ്മീഡിയറ്റ്ലി ദ സുൽത്താൻ ഹറീസ് ടു ദ ഹോസ്പിറ്റൽ. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ സുൽത്താൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹറീസ്. അപ്പോൾ ഇവിടെ ഞാൻ ഹറീസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വെർബ്. ആ വെർബ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, ഹറീസ് എന്നുള്ള വെർബ്. അപ്പോൾ ഇതും ഞാൻ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണോ ആ സുൽത്താൻ ഹോസ്പിറ്റലിലേക്ക് ഓടിയത്? ഇപ്പോൾ ഈ പ്രസൻറ്റിൽ അല്ല, 1947 പണ്ട് ഓടിയ കാര്യമാണ്. പക്ഷേ ഞാൻ ആ കൊച്ചിനോട് ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നടന്ന പോലെയാണ് കഥകളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യാറ് സാധാരണ. അപ്പം ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് പറയാൻ വേണ്ടി ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സിമ്പിൾ പാസ്റ്റിന് പകരമായിട്ട് ഈ ഒരു സിമ്പിൾ പ്രസൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പം ഒരു സിമ്പിൾ ഫ്യൂച്ചറിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്ക് പകരക്കാരനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും എപ്പോഴും. ഒരു കറക്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു കറക്റ്റ് കണ്ടീഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഫ്യൂച്ചറിൽ നടന്നൊരു കാര്യം തന്നെ, പക്ഷേ ആ ഫ്യൂച്ചറിൽ നടന്ന കാര്യത്തിൻ്റെ കറക്റ്റ് സമയവും കണ്ടീഷനും നമുക്കറിയാമെങ്കിൽ അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ പറയുന്നതിന് പകരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയും. സോ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. സോ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൽ ഗെറ്റ് വെറ്റ്. അപ്പം ഇവിടെ ഞാൻ ഈ സിറ്റുവേഷൻ പറയുന്നത്, ഇപ്പം നമുക്ക് മഴ പെയ്തോ? ഇല്ല. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ നമ്മൾ നനയും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് കറക്റ്റ് ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്താണ്? മഴ പെയ്താൽ എന്നുള്ളൊരു കണ്ടീഷൻ. പക്ഷേ ഞാൻ ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇഫ് ഇറ്റ് റെയിൻസ് എന്നാണ്, അല്ലേ? അപ്പം ഇവിടെ റെയിൻസ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു വെർബ് എന്ന് പറയുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റിലാണ്. ഞാനത് സിമ്പിൾ ഫ്യൂച്ചറിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് ഇറ്റ് റെയിൻസിനകത്ത് റെയിൻസ് ആണല്ലോ നമ്മുടെ വെർബ് എന്ന് പറയുന്നത്. ആ വെർബ് വരുന്നത്, വെർബ് ഉപയോഗിക്കേണ്ട എപ്പോഴും സിമ്പിൾ പ്രസൻറ്റിലായിരിക്കണം. എക്സാമ്പിൾ 2, ഇഫ് ഐ സ്റ്റാർട്ട് നൗ ഐ ക്യാൻ റീച്ച് ഏർലി. ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ നേരത്തെ എത്തും. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തോ? ഇപ്പം ഇല്ല. അപ്പം ഫ്യൂച്ചറിൽ നടക്കുന്നൊരു കാര്യം അത്. നമ്മൾ ഫ്യൂച്ചറിൽ നടക്കേണ്ട ഒരു കാര്യം കറക്റ്റ് കണ്ടീഷനുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ നേരത്തെ എത്തും എന്ന് പറയുമ്പം അതും നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. സോ ഇഫ് ഐ സ്റ്റാർട്ട് നൗ ഐ ക്യാൻ റീച്ച് ഏർലി. ഇപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള ഒരു വെർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, സിമ്പിൾ ഫ്യൂച്ചറിന് പകരം. സോ ഇവയൊക്കെയാണ് നമ്മളൊരു സിമ്പിൾ ഫ്യൂച്ചറിന് പകരമായിട്ട് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ.
ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ഫ്യൂച്ചർ ഈവൻറ്റിന് പകരമായിട്ട് ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് പറയാൻ വേണ്ടി എപ്പോഴൊക്കെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പകരക്കാരനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഒരു ഫ്യൂച്ചർ ഈവൻ്റ് എന്ന് പറയുന്നത്? അപ്പം ഒരു ഫിക്സ്ഡ് ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പ്രോഗ്രാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഈവൻറ്റ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് പകരക്കാരനായിട്ടായിരിക്കും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം ടേബിൾ ഉള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമോ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. എക്സാമ്പിൾ 1, ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഈസ് അറ്റ് 7 AM ടുമോറോ. അടുത്ത ഫ്ലൈറ്റ് നാളെ രാവിലെ 7 മണിക്കാണ്. അപ്പം ഈ ഒരു കാര്യം ഇന്നത്തെ 7 മണിക്കുള്ള ഫ്ലൈറ്റാണോ? അല്ല, നാളെ 7 മണിക്കുള്ള ഫ്ലൈറ്റ്. അപ്പം നാളെ 7 മണിക്കുള്ള നാളത്തെ കാര്യമാകുമ്പോൾ നമ്മൾ നോർമലി ഫ്യൂച്ചറിലല്ലേ പറയണ്ടേ. പക്ഷേ നമുക്കിവിടെ കറക്റ്റ് കണ്ടീഷനുണ്ട്, സമയം, ഫിക്സ്ഡ് ടൈം ടേബിൾ നമുക്കറിയാം. എന്താ അറിയാവുന്നത്? 7 മണി എന്നുള്ള സമയം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ അറിയാം നമുക്ക്. അതുകൊണ്ട് തന്നെ ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഈസ് അറ്റ് 7 AM ടുമോറോ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരിക്കലും അത് ഷാൽ എന്ന് നമ്മൾ ഉപയോഗിക്കില്ല, നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അവിടെ ഉപയോഗിക്കുന്നേ ഇല്ല. സോ ഈസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിലെ വെർബ്. ആ വെർബ് സിമ്പിൾ പ്രസൻ്റ് ആണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാം. എക്സാമ്പിൾ 2, ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock ഇൻ ദ മോർണിംഗ്. മാച്ച് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു കാര്യമാണെങ്കിൽ പോലും മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാര്യം 9 മണിക്കാണ്, നാളെ രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന കാര്യമാണ്. അപ്പം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, ശരിക്കും അത് ഫ്യൂച്ചർ ഈവൻ്റാണ്. പക്ഷേ നമുക്ക് കറക്റ്റ് 9 o'clock ഇൻ ദ മോർണിംഗ് മാച്ച് 9 മണിക്ക് തുടങ്ങുന്നുള്ളത് നമുക്ക് ഫിക്സ്ഡ് പ്രോഗ്രാമാണ്. അത് ഫിക്സ്ഡ് ആയിട്ടൊരു പ്രോഗ്രാം അല്ലേ, ഓൾറെഡി ഇത് ഷെഡ്യൂൾ ചെയ്ത് മാറാത്തൊരു കാര്യമാണ്, നമുക്കറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്റ്റാർട്ട്സ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത്. ആ വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുന്നില്ല, പകരം നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. എക്സാമ്പിൾ 3, ദ ട്രെയിൻ ലീവ്സ് അറ്റ് 5:35 PM. ട്രെയിൻ 5:35 പോകും. അതും ഫ്യൂച്ചർ ആണെങ്കിൽ പോലും ലീവ്സ് നമ്മളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്നു, കറക്റ്റ് ടൈം ടേബിളിലുള്ളൊരു കാര്യമായും കൊണ്ട്. ദ ലാസ്റ്റ് എക്സാമ്പിൾ, വെൻ ഡസ് ദ ഹോട്ടൽ റീഓപ്പൺ. എപ്പോഴാണ് ഹോട്ടൽ തുറക്കുന്നത്? അവിടെ നമ്മൾ ഡസ് ആണ് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഹോട്ടൽ റീഓപ്പൺ ചെയ്യുന്ന ഉറപ്പുള്ളൊരു കാര്യമാണ്, ഫിക്സ്ഡ് പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സിമ്പിൾ ഫ്യൂച്ചറിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ചോദിക്കാം, സിമ്പിൾ ഫ്യൂച്ചറിൽ ചോദിക്കേണ്ട ആവശ്യങ്ങളില്ല. സോ അപ്പോൾ ഈ ഒരു 3 സാഹചര്യങ്ങളിലാണ് നമ്മളൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മളൊരു പല കാര്യത്തിനും ഒരു പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നോക്കി നമ്മളെപ്പോഴാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് അത് ഞാൻ പറഞ്ഞു. നമുക്കൊരു 5 കാര്യങ്ങളുണ്ട്, 5 സിറ്റുവേഷൻ നമ്മളൊരു പകരക്കാരനായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത് നോക്കി നമ്മളെപ്പോഴാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു സിമ്പിൾ പാസ്റ്റിന് പകരക്കാരനായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. എപ്പോഴായിരുന്നു അത്? നമുക്ക് കറക്റ്റായിട്ടൊരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ്, ഒരു കഥയൊക്കെ പറയുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഒരുപാട് പഴക്കമുള്ള ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് നമ്മളൊരു കഥയായിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയാറ്, പാസ്റ്റ് നടന്ന കാര്യമാണെങ്കിൽ പോലും. മൂന്നാമത് നമ്മൾ നോക്കി എപ്പോഴാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു സിമ്പിൾ നിയർ ഫ്യൂച്ചർ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ടൈമോ ഒരു കണ്ടീഷനോ ഉള്ളപ്പം തൊട്ട് അടുത്ത് നടക്കാനുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്കതൊരു പറയാം ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അതുപോലെ തന്നെ ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പ്രോഗ്രാം ഉള്ളൊരു കാര്യം ആണെങ്കിൽ പോലും നമുക്കത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ട്രെയിൻ ഡിപ്പാച്ചേഴ്സ് അറ്റ് 5:35 PM. നാളെ ട്രെയിൻ പോകുന്നൊരു കാര്യമാണെങ്കിലും കറക്റ്റ് അതിൻ്റെ ടൈം ടേബിൾ അറിയാവുന്നതും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 2 സിറ്റുവേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു, 2 പാർട്ടായിട്ട്. പാർട്ട് 1 നോർമൽ സിറ്റുവേഷൻസുകളും രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പകരമായിട്ട് ഉപയോഗിക്കുന്ന 4 സിറ്റുവേഷനും നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 8 സിറ്റുവേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ആ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സിറ്റുവേഷൻസിലേക്ക്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഒരു 8 സിറ്റുവേഷൻസ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന്. അതായത് നമ്മുടെ സിറ്റുവേഷൻ 1 എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഹിയർ ആൻഡ് ദെയർ. നമുക്ക് ഹിയർ അല്ലെങ്കിൽ ദെയർ എന്നുള്ള വേർഡും കൊണ്ട് തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഒക്കെ നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. അതുപോലെ തന്നെ ടു ഗീവ് ഡയറക്ഷൻസ്, നമുക്ക് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. മൂന്നാമത് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ്, നമ്മളിപ്പോൾ ഒരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിലും. നാലാമത് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്. അഞ്ചാമത് ടു ടെൽ സ്റ്റോറീസ്.
6ാമത് ടു ഗീവ് കമൻട്രീസ് ആൻഡ് റിവ്യൂസ്. 7ാമത് ആസ് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. 8ാമത് വിത്ത് അഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഈ 8 കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എക്സാമ്പിൾസോടെ കൂടെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഹിയർ ആൻഡ് ദെയർ. ഓക്കെ, സോ ദ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഹിയർ ആൻഡ് ദെയർ എന്ന് പറയുമ്പോൾ ഹിയറും ദെയറും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. സോ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും ഡീറ്റെയിൽഡായിട്ട് അറിയാലോ. ഒരു ഓവർ ഇമോഷൻ അല്ലെങ്കിൽ ഒരു ആശ്ചര്യം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എന്താണെങ്കിലും ഒരു സഡൻ മൂവ്മെൻറ്റ്, ഒരു സഡൻ ഫീലിംഗ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത്. എക്സ്ക്ലമേഷൻസ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ ഹിയർ അല്ലെങ്കിൽ ദെയറും കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ അവ പറയേണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സോ നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ, ഹിയർ കംസ് ദ ബസ്. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്ന ഹിയർ എന്നുള്ള വാക്കും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കംസ് എന്നുള്ള വെർബ് എന്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? കംസ് എന്നാണ്. കംസ് എന്നുള്ള വെർബ്, കം എന്നുള്ള വെർബ് ഒരു സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എക്സ്ക്ലമേഷൻ ആണ്. എന്തുകൊണ്ട്? ഹിയർ കംസ് എ ബസ്, ദേ ബസ് വന്നു എന്നാണ് അതിന് മലയാളത്തിൽ. പെട്ടെന്ന് ബസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പറയില്ലേ ദേ ബസ് വന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എക്സാമ്പിൾ 2, ദർ ഷി ഗോസ്. ദർ ഷി ഗോസ്. അപ്പോൾ ഇവിടെ ഗോസ് എന്നുള്ള വെർബ് നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ദർ ഷി ഗോസ് അപ്പം ഇങ്ങനെ ഒരു എക്സ്ക്ലമേഷൻ ആണ്. കാരണം പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ദേ അവൾ പോയി എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യമാണ് ദർ ഷി ഗോസിൻ്റെ മീനിങ്. നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. ടു ഗീവ് ഡയറക്ഷൻസ്, ഒരു വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എക്സാമ്പിൾ 1, യു ടേക്ക് ദ ട്രെയിൻ ഇൻ ടു ദ സിറ്റി സെൻറ്റർ ആൻഡ് ദെൻ യു ടേക്ക് എ നമ്പർ 5 ബസ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? യു ടേക്ക് ദ ട്രെയിൻ ഇൻ ടു ദ സിറ്റി സെൻറ്റർ. നീ ആദ്യം സിറ്റി സെൻറ്ററിലേക്ക് ഒരു ബസ് ഉള്ള ട്രെയിൻ കയറുക. അത് കഴിഞ്ഞിട്ട് ദെൻ യു ടേക്ക് എ നമ്പർ 5 ബസ്. അത് കഴിഞ്ഞിട്ട് 5ാം നമ്പർ ബസ്സിലേക്ക് കയറി പോയാൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വഴി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും പറയേണ്ടത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യമാണെങ്കിലും അവൾ വഴി കയറാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം ട്രെയിൻ എടുക്കാൻ പറയുന്നതാണെങ്കിലും ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങൾ, എന്നാൽ പോലും നമ്മൾ പറയേണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. രണ്ടാമത് എക്സാമ്പിൾ 2, യു ഡോണ്ട് ഗെറ്റ് ഓഫ് അറ്റ് ദ മ്യൂസിയം. മ്യൂസിയത്തിൽ ഇറങ്ങരുത് എന്ന് പറയുന്നു. അപ്പം അതും നമ്മളൊരു ഡയറക്ഷൻ പറയുവാണ്. അപ്പോൾ അവിടെ മൂന്നാമത്തെ സെൻറ്റൻസ്, യു ഗെറ്റ് ഓഫ് അറ്റ് ദ സ്റ്റോപ്പ് ആഫ്റ്റർ ദ മ്യൂസിയം. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടത് മ്യൂസിയം കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡയറക്ഷനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴും ഒരു ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇനി മൂന്നാമത് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അഡ്വൈസ് പോലെ. ഇപ്പോൾ ഒരു കുട്ടി എക്സാം എഴുതുവാണെങ്കിൽ ആദ്യം നമ്മൾ പറയണം എന്താണ് അതിനകത്ത് കാര്യങ്ങൾ, അത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. സോ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു രീതിയിൽ ഞാനൊരു പാരഗ്രാഫ് ചെറിയൊരു പാര പറയാം. സോ ഒരു എക്സാം എഴുതാനുള്ള ഒരു കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആയത്. ഓക്കെ, സോ ഐ ആം ഗിവിംഗ് ദ ഇൻസ്ട്രക്ഷൻ, യു റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് and then you write down your answers in the box. You don't write on the question paper. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ എന്താണ്? യു റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ആൻഡ് ദെൻ യു റൈറ്റ് ഡൗൺ യുവർ ആൻസർ ഇൻ ദ ബോക്സ്. വീണ്ടും സിമ്പിൾ പ്രസൻസ് റൈറ്റ് ആണ് ഞാൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് യു ഡോണ്ട് റൈറ്റ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. നീ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതരുത്. അപ്പം ഡോണ്ട് റൈറ്റ് വീണ്ടും അതും ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഓരോ ടെൻസിലും നമുക്ക് മാറ്റം വരുന്ന വെർബിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വെർബ് എടുത്ത് പറയുന്നത്. നാലാമത്തേത് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. എക്സാമ്പിൾ 1, കീറ്റ്സ് സേസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. അപ്പോൾ കീറ്റ്സ് പറഞ്ഞത് എന്താണ്? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. അപ്പോൾ ആ ഒരു കാര്യം കീറ്റ്സ് പണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് നമ്മളൊരു കോഴ്സിലിട്ടിട്ട് നമ്മൾ അത് ഇപ്പോൾ പറയുന്നൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഈ ഒരു സെൻറ്റൻസിലെ വെർബ് എന്താണ്? സെയ്സ് ആണ്. അപ്പം ആ സെയ്സ് എന്നുള്ള വെർബ് കണ്ടാൽ നമുക്കറിയാം അതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൊട്ടേഷനുകളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ടാഗോർ സെയ്സ് ബ്യൂട്ടി ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അപ്പോൾ ടാഗോർ സെയ്സ് എന്നാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും സെയിം തിങ്, ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്.
ഇനി അഞ്ചാമത് നമ്മൾ ഈ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് സ്റ്റോറീസ് പറയാൻ വേണ്ടിയാണ്, കഥകൾ പറയാൻ വേണ്ടി. ആക്ഷൻസ് ഒരു ആക്ഷൻ കഴിഞ്ഞ് അടുത്ത ആക്ഷൻ വീണ്ടും വീണ്ടും പണ്ട് നടന്നൊരു കാര്യമാണെങ്കിൽ പോലും സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ നമുക്കിതിൽ ഉപയോഗിക്കാം. സോ ഞാനൊരു സെൻറ്റൻസ്, ഒരു പാര നിങ്ങളോട് പറയാം. അലക്സ് ഡസൻറ്റ് റിങ് ബാക്ക് അറ്റ് മിഡ് നൈറ്റ്, ഷീ വെയിറ്റ്സ് ടിൽ ദ മോർണിംഗ് ടു റിങ്, ആൻഡ് ദേ ഗെറ്റ് അനോയ്ഡ് വിത്ത് ലീവ്സ് വെൻ ഷീ ഗോസ് ഓൺ. ദേ ന്യൂ ഷീ ഈസ് ഗോട്ട് പ്ലെൻറ്റി ഓഫ് മണി ബൈ ദെയർ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരയാണെങ്കിലും നോക്കിയോ, അലക്സ് ഡസൻ റിങ് ബാക്ക് അറ്റ് മിഡ് നൈറ്റ്. അപ്പോൾ അതിനകത്ത് ഡസൻ റിങ് എന്ന് പറയുന്ന ഒരു കാര്യം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഷീ വെയിറ്റ്സ് ടിൽ ദ മോർണിംഗ് ടു റിങ്, അവൾ രാവിലെ വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ വെയിറ്റ്സ് എന്നുള്ള പിന്നെ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ വെർബും, ഇതിനകത്ത് ഗെറ്റ് എന്നുള്ള വെർബാണെങ്കിലും ഗോസ് ആണെങ്കിലും നോ ആണെങ്കിലും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമുക്കിനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടു ടെൽ കമൻട്രീസ് ആൻഡ് റിവ്യൂസ്. നമ്മളൊരു കമൻട്രി കൊടുക്കാനാണെങ്കിലും റിവ്യൂസ് പറയാം. ഇപ്പോൾ കമൻട്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കമൻട്രീസ് പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. സോ എക്സാമ്പിൾ 1, ഷോയിബ് മാലിക് ഫൗൾസ് സച്ചിൻ തെണ്ടുൽക്കർ. ഷോയിബ് മാലിക് സച്ചിൻ തെണ്ടുൽക്കറിനെ ഫൗൾ ചെയ്തു, ക്രിക്കറ്റ് കളിച്ച് എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട് ഫൗൾ ചെയ്തതായിരിക്കും. അപ്പോൾ ഫൗൾസ് എന്നുള്ള വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, കോഹ്ലി ടേക്സ് ദ ഫ്രീ കിക്ക്. കോഹ്ലി ടേക്സ് ദ ഫ്രീ കിക്ക്. കോഹ്ലി ഫ്രീ കിക്ക് എടുത്തു എന്നുള്ള കാര്യത്തിലാണെങ്കിൽ ടേക്സ് എന്നുള്ള വാക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ. സോ ശ്രീശാന്ത് പിക്സ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇവിടെ പിക്സ്, ശ്രീശാന്ത് ആ ബോൾ എടുത്തു കഴിഞ്ഞു, എന്നാലും പിക്ഡ് ഇറ്റ് അപ്പ് എന്നല്ല നമ്മളത് പറയുന്നത്, പിക്സ് ഇറ്റ് അപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ കമൻട്രി ഒക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഏഴാമത്തെ സിറ്റുവേഷൻ, ടു ടെൽ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. നമ്മൾ പത്രങ്ങളിലെ ഹെഡ്ലൈനൊക്കെ സാധാരണ വായിക്കുവാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. എക്സാമ്പിൾ 1, മാൻ റെസ്ക്യൂസ് ചൈൽഡ് ഫ്രം ലേക്ക്. അപ്പം ഒരു കുട്ടിയെ ലേക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി. ശരി, അപ്പോൾ രക്ഷാപ്രവർത്തനം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? റെസ്ക്യൂസ് എന്നാണ്. അപ്പോൾ റെസ്ക്യൂസ് എന്നുള്ള വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. പക്ഷേ ഈ ഒരു കാര്യം ന്യൂസ് പേപ്പറിൽ വരുമ്പം അത് ഇന്നലെ വല്ലതും നടന്ന കാര്യമായിരിക്കും, ഓൾറെഡി രക്ഷപ്പെടുത്തി. അപ്പം മാൻ റെസ്ക്യൂഡ് എന്നല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ പറയണ്ടേ. പക്ഷെ നമ്മളവിടെ അങ്ങനെയാണോ പറയുന്നത്? അല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യം പോലെ പറയുന്നത്. മാൻ റെസ്ക്യൂസ് ചൈൽഡ് ഫ്രം ലേക്ക്. അപ്പോൾ ഇങ്ങനെ ഹെഡ്ലൈനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നമ്മളതൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാറ്. ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളൊരു ടെൻസ് ആണ് ഈ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾക്ക് പകരമായിട്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കാം എപ്പോഴാണ് നമുക്കൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഒരു അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. സോ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, എന്താണ് ഒരു അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? സോ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി പറയുന്ന അഡ്വേർബ്സ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം ഇന്നത് അല്ലെങ്കിൽ ഇത്ര ശതമാനം ഇന്നത് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ അഡ്വേർബ്സിനാണ് നമ്മൾ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന പോലെ ഞാൻ ആ കാര്യം പറഞ്ഞു തരാം, ഓരോന്ന് എത്ര ശതമാനത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ഹൗ ഓഫൺ തിങ്സ് ടേക്സ് പ്ലേസ്. എത്ര കാലത്തിനുള്ളിലാണ് ഒരു കാര്യം നടക്കുന്നത് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനത്തെ ആ ഒരു ആഡ്വർബ് വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ എക്സാമ്പിൾ 1, ഐ ഓൾവേസ് ബ്രഷ് മൈ ടീത്ത്. ഞാൻ എപ്പോഴും പല്ല് തേക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾവേസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. അതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷ് എന്നുള്ള സിംഗുലർ വെർബാണ്. ഓക്കെ, ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. അപ്പോൾ അവിടെ നമുക്കൊരു ഫ്രീക്വൻസി മനസ്സിലായില്ല, എപ്പോഴും നടക്കുന്ന കാര്യമാണ്. സെക്കൻഡ് എക്സാമ്പിൾ, ഐ യൂഷ്വലി ഈറ്റ് ഡിന്നർ അറ്റ് 7. യൂഷ്വലി വീണ്ടും സാധാരണ. അപ്പോൾ ഒരു 100% അല്ല, പക്ഷെ ഒരു 90% ഒക്കെ ഞാൻ ഡിന്നർ കഴിക്കുന്ന ഒരു 7 മണിക്കാണ്. അവിടെ ഈറ്റ് എന്നുള്ളതാണ് നമ്മുടെ വെർബ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണത്. എക്സാമ്പിൾ 3, ഐ ഓഫൺ ഗോ ടു ദ മൂവീസ്. ഞാൻ മിക്കവാറും മൂവിക്ക് പോകാറുണ്ട്. അപ്പം മിക്കവാറും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 70% വന്നു ഐ ഗോ ടു ദ മൂവി. അപ്പം ഗോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വെർബ്, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എക്സാമ്പിൾ 4, ഐ സംടൈംസ് പ്ലേ സോക്കർ. ഞാൻ ചില സമയത്തൊക്കെ സോക്കർ കളിക്കാറുണ്ട്. അപ്പോൾ സംടൈംസ് എന്ന് പറഞ്ഞാൽ 50% കൂട്ടിക്കും, അങ്ങനെ ആവറേജ് ആയിട്ട് ചിലപ്പോഴൊക്കെ കളിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഫ്രീക്വൻസി പറയുക, ചിലപ്പോഴൊക്കെ 50% എന്നുള്ള ഫ്രീക്വൻസി. ഇനി അഞ്ചാമത്തെ എക്സാമ്പിൾ, ഐ ഒക്കേഷണലി ഡ്രിങ്ക് വൈൻ. വല്ലപ്പോഴും. അപ്പോൾ ഒരു 30% ഓക്കെ, ഏകദേശം ഒരു 30% ഡ്രിങ്ക് വൈൻ കുടിക്കാറുണ്ട്. ഡ്രിങ്ക് എന്നുള്ളതാണ് നമ്മുടെ വെർബ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്.
അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ റയർലി റൈഡ് മൈ ബൈക്ക്. ഞാൻ ചിലപ്പോഴേ ബൈക്ക് ഓടിക്കാറില്ല, അങ്ങനെ ഓടിക്കാറില്ല എന്നാണ് റയർലിൻ്റെ ഒരു ഏകദേശം ഒരു അർത്ഥം, ഒരു 15% കൂട്ടം. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പോൾ റൈഡ് എന്നുള്ള വെർബ് സിമ്പിൾ പ്രസൻറ്റൻസിലാണ്. ഇനി അവസാനത്തെ എക്സാമ്പിൾ 7, ഐ നെവർ wake up before 5 AM. അപ്പം ഞാൻ ഒരിക്കലും 5 മണിക്ക് മുമ്പ് എഴുന്നേൽക്കാറില്ല. അപ്പം നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാറില്ലെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അഗെയിൻ നമ്മുടെ വെർബ് എന്ന് പറയുന്ന വേക്കപ്പ് ആണ്. അഗെയിൻ ഇറ്റ് ചൂസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇത്രയും സിറ്റുവേഷൻസിലാണ് നമ്മളൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു 8 സാഹചര്യങ്ങൾ. അപ്പോൾ ഇത്രയും പഠിച്ചതോടെ നിങ്ങൾക്കൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം തറവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ എല്ലാ യൂസേജസും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്പെല്ലിംഗ് റൂൾസ് തൊട്ട് തുടങ്ങിയതാണ്. സ്പെല്ലിംഗ് റൂൾസ് നോക്കി, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് നോക്കി, ഫോംസ് ഓഫ് സെൻറ്റൻസ് നോക്കി, പിന്നെ സിറ്റുവേഷനുകൾ നോക്കി അല്ലേ. ഇതോടെ നമുക്കൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ.